അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലൈലത്തുൽ ഖദർ ലഭിക്കാത്ത 4 വിഭാഗം ആളുകളിൽ 2 ആളുകളെ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ വിഭാഗം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഖാതിഉ റഹിമി, കുടുംബ ബന്ധം മുറിക്കുന്നവരാണ് എന്ന്. കുടുംബ ബന്ധങ്ങളെ ശ്രദ്ധിക്കാതെ, അതിന് കൃത്യമായ പരിഗണനകൾ നൽകാതെ, നിസ്സാര കാരണങ്ങൾക്ക് വേണ്ടിയും അല്ലാതെയും ഒക്കെ കുടുംബ ബന്ധങ്ങൾ മുറിച്ച് അവരുമായി കാലങ്ങളോളം മിണ്ടാതെ ജീവിക്കുന്നവരാണെങ്കിൽ അവര് ലൈലത്തുൽ ഖദറിന് കെട്ടിമറിഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം ലഭിക്കില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ആധുനിക ലോകത്ത് ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത കാലമാണ്. സ്വന്തം മാതാപിതാക്കളാണെങ്കിലും, ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും, ജ്യേഷ്ഠാനുജന്മാരാണെങ്കിലും, സഹോദരി സഹോദരന്മാരാണെങ്കിലും ആർക്കും കൃത്യമായ പരിഗണന കൊടുക്കാൻ നമുക്ക് കഴിയാറില്ല. ഇന്നത്തെ കാലത്തിന്റെ പോക്ക് അങ്ങനെയാണ്. ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കാലങ്ങളോളം മിണ്ടാതിരിക്കുന്നു. ചെറിയ വാക്കുതർക്കങ്ങൾക്ക് വേണ്ടി മരണം വരെ സംസാരിക്കാതെ, തിരിഞ്ഞു നോക്കാതെ, രോഗിയായാൽ പോലും സന്ദർശിക്കാത്ത അത്രയും മനസ്സിൽ വിദ്വേഷവും വൈരാഗ്യവും കൊണ്ടു നടക്കുന്ന കാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മുത്തുനബിയുടെ വാചകങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ച ഹദീസുകൾ വളരെ ശ്രദ്ധേയമാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിമിൻ, സ്വർഗത്തിൽ കുടുംബബന്ധം മുറിക്കുന്നവർ കടക്കുകയില്ല എന്ന് മാത്രമല്ല, കുടുംബ ബന്ധത്തിന് കൃത്യമായ പരിഗണനകൾ നൽകാത്തവർക്ക് അവരുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കുകയില്ല. അവരൊരു സമുദായത്തിലുണ്ടെങ്കിൽ ആ സമുദായത്തിൽ അല്ലാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുകയില്ല. ആ കുടുംബ ബന്ധത്തെ കൃത്യമായി പരിഗണിക്കാത്ത ആളുകളുള്ള സദസ്സിൽ വെച്ച് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കുകയില്ല, ആഖിറത്തിൽ രക്ഷപ്പെടുകയില്ല, സിറാത്ത് പാലത്തിൽ അവന് കൃത്യമായി കടക്കാൻ കഴിയില്ലെന്ന് തുടങ്ങി ഒരുപാട് ഗൗരവ വിഷയങ്ങൾ നബി തങ്ങൾ ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്. ഒരിക്കൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ടവർ തന്റെ മകനെ വിളിച്ചുകൊണ്ട് വളരെ ഗൗരവമുള്ള ഒരു ഉപദേശം കൊടുക്കുകയാണ്. യാ ബുനയ്യ, ഓ പൊന്നുമോനെ, ലാ തസ്ഹബന്ന ഖാതിഅ റഹിമിൻ, നീ ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കുന്നവരുമായി സഹവസിക്കരുത്. കുടുംബ ബന്ധം മുറിക്കരുത് എന്നല്ല പറഞ്ഞത്, കുടുംബ ബന്ധം മുറിക്കുന്നവരുമായി സഹവസിക്കരുത്. നിന്റെ കൂട്ടുകാരുടെ ലിസ്റ്റിൽ അങ്ങനെ സ്വഭാവമുള്ളവരുണ്ടാകാൻ പാടില്ല. നീയുമായി സഹകരിക്കുന്ന, നിന്നെ സ്നേഹിക്കുന്ന വിഭാഗത്തിൽ കുടുംബത്തെ പരിഗണിക്കാത്തവരുണ്ടാകാൻ പാടില്ല. കാരണം ഇന്നി വജത്തുഹു മൽഊനൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ അവനെ ലഅനത്ത് ചെയ്യപ്പെടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഫീ സലാസത്തി മവാദിഅ, 3 സ്ഥലങ്ങളിൽ കുടുംബ ബന്ധങ്ങളെ പരിഗണിക്കാത്തവർക്ക് ലഅനത്തുണ്ടെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുഹമ്മദ്, സൂറത്തുൽ റഅദ്, സൂറത്തുൽ ബഖറ എന്നീ 3 സൂറത്തുകളാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്. ഈ 3 സൂറത്തുകളിലും കുടുംബ ബന്ധങ്ങൾക്ക് പരിഗണന നൽകാത്തവർക്ക് ലഅനത്തുണ്ട്, അല്ലാഹുവിന്റെ കോപമുണ്ടെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ തന്റെ മകനെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കണം. ലൈലത്തുൽ ഖദർ വരുമ്പോ, പരിശുദ്ധ റമദാൻ വരുമ്പോ, പ്രധാനപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങൾ വരുമ്പോ കുടുംബങ്ങളെയൊക്കെ വിളിക്കുകയും അവരുമായിട്ടുള്ള ബന്ധങ്ങൾ പുതുക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടിപ്പിക്കുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യുകയും ചെയ്യേണ്ട നല്ല സമ്പ്രദായം നമ്മളിൽ ഉണ്ടാകണം. ഇന്ന് നമുക്ക് പഴയ കാലങ്ങൾ പോലെ എല്ലാവരെയും പോയി കാണേണ്ട ആവശ്യമില്ല. വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, വിളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടുംബ ബന്ധങ്ങൾക്ക് കൃത്യമായ സ്ഥാനം നൽകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ, അല്ലാഹുവിന്റെ റഹ്മത്ത് ഒരു വിഭാഗത്തിൽ ഇറങ്ങുകയില്ല. ഫീഹിം ഖാതിഉ റഹിമിൻ, അവരിൽ കുടുംബ ബന്ധം മുറിക്കുന്നവരുണ്ട്. കുടുംബ ബന്ധങ്ങളെ പരിഗണിക്കാത്ത ആളുകൾ ഒരു സദസ്സിലുണ്ടായാൽ ആ സദസ്സിലെ ഒന്നടങ്കം റഹ്മത്ത് ഇറങ്ങുകയില്ല, ആ സദസ്സിലെ ഒന്നടങ്കം ദുആക്ക് ഇജാബത്ത് ഉണ്ടാവുകയില്ലെന്ന്
ഹബീബായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു. മുൻഗാമികളായ മഹാന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ എന്തെങ്കിലും വിപത്ത് വന്നുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്നു, പക്ഷേ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നില്ല. മഹത്തുക്കൾ ചോദിക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സഹോദരന്മാരോട് മിണ്ടാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് പുറത്തു പോകണം. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ഈ സദസ്സിൽ നിന്ന് പുറത്തു പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്ന രംഗം വരെ ചരിത്രങ്ങൾ നോക്കിയാൽ കാണാം. അള്ളാഹു ആ നല്ല സ്വഭാവങ്ങളുള്ളവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരു ധനികനായ മനുഷ്യന്റെ സംഭവം കിതാബുകളിൽ കാണാം. ഒരു ധനികനായ മനുഷ്യൻ ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് പോകുന്നു. ഇന്നത്തെ പോലെ ബാങ്ക് സൗകര്യങ്ങളൊന്നുമില്ല, ഗൂഗിൾ പേ സംവിധാനങ്ങളില്ല. കയ്യിലുള്ള 1000 ദീനാറ് ആരുടെയെങ്കിലും കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കണം. അന്വേഷിക്കുന്നു, അങ്ങനെ സമ്പത്ത് സൂക്ഷിക്കാൻ വിശ്വസ്തനായ ഒരു മനുഷ്യനെ കണ്ടെത്തുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ 1000 സ്വർണ്ണ നാണയങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഞാൻ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ കാശ് വാങ്ങിക്കോളാം, അതുവരെ നിങ്ങൾ അത് സൂക്ഷിക്കണമെന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഈ മനുഷ്യൻ ഹജ്ജിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി പോവുകയാണ്. അറഫയിൽ നിൽക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ അമലുകളൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് ഈ മനുഷ്യനെ അന്വേഷിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു. തന്റെ 1000 ദീനാർ നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് അയാളുടെ കുടുംബങ്ങളെ സമീപിക്കുന്നു. കുടുംബങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യമുണ്ടെന്നത് അറിയില്ല. കുടുംബങ്ങൾക്കൊന്നും 1000 ദീനാർ തന്റെ വാപ്പ അല്ലെങ്കിൽ സഹോദരൻ സൂക്ഷിക്കാൻ വേണ്ടി വാങ്ങിയ വാർത്തകൾ അറിയില്ല. അങ്ങനെ ഈ മനുഷ്യൻ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചുകൊണ്ട് മക്കയിലുള്ള ആലിമീങ്ങളെ സമീപിക്കുന്നു. അവരോട് പറയുന്നു, ഞാനൊരൽപ്പം സമ്പത്ത് ഇന്ന ആളുടെ കയ്യിൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്, തിരിച്ചു വരുമ്പോ അദ്ദേഹം മരണപ്പെട്ടു പോയി, ഇനി ഞാൻ എന്തു ചെയ്യണം? ആ സമയത്ത് ആലിമീങ്ങൾ പറയുന്നു, ഓ പ്രിയപ്പെട്ട സഹോദര, നിങ്ങൾ സംസം കിണറിന്റെ പരിസരത്തേക്ക് പോണം. നിങ്ങൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച വ്യക്തി സ്വർഗാവകാശിയാണെങ്കിൽ ആ സംസം കിണറിൽ ചെന്നുകൊണ്ട് പാതിരാത്രി സമയത്ത് അദ്ദേഹത്തെ വിളിക്കണം. സ്വർഗാവകാശിയാണെങ്കിൽ അയാൾ വിളി കേൾക്കും, നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും. അതേ സമയത്ത് സ്വർഗാവകാശി അല്ലെങ്കിൽ യമനിലുള്ള ബർഹൂത്ത് എന്ന് പറയുന്ന ഹദർമൗത്തിലുള്ള ഒരു കിണറ്റിലേക്ക് പോകണം. അവിടെ ചെന്നുകൊണ്ട് അയാളെ വിളിക്കണം. അദ്ദേഹം നരകാവകാശിയാണെങ്കിൽ ആ കിണറിൽ നിന്ന് അദ്ദേഹത്തിന്റെ വിളിക്ക് ഉത്തരം നൽകും. അങ്ങനെ ഈ മനുഷ്യൻ പാതിരാത്രി സമയത്ത് സംസമിന്റെ പരിസരത്ത് പോയി ഇദ്ദേഹത്തെ വിളിച്ചു. പലതവണ വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ആലിമീങ്ങളുടെ പരിസരത്തേക്ക് പോയി വിവരം പറഞ്ഞു. അവര് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നിങ്ങളെ സമ്പത്ത് ഏൽപ്പിച്ച മനുഷ്യൻ നരകത്തിന്റെ അവകാശിയായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ യമനിൽ ഹദറമൗത്തിൽ പോവുക. ബർഹൂത്ത് എന്ന കിണറിന്റെ പരിസരത്ത് പോയി പാതിരാ സമയത്ത് വിളിക്കണം. ഈ ആലിമീങ്ങൾ പറഞ്ഞതുപോലെ ഈ മനുഷ്യൻ ചെയ്തു. യമനിലെത്തി, വിളിച്ചു, വിളി കേട്ടു. അദ്ദേഹം എവിടെയാണ് തന്റെ 1000 ദീനാർ കുഴിച്ചിട്ടത് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു. ശേഷം ഈ മനുഷ്യൻ കൗതുകത്തിൽ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിന്റെ അവകാശിയായി മാറി? നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിൽ കടന്നു? നിങ്ങൾ മക്കയിൽ തന്നെ വിശ്വസ്തനായ ആളാണ്. എന്റെ 1000 ദീനാർ ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ അന്വേഷിച്ചപ്പോ നിങ്ങളുടെ പേരാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് നരകത്തിൽ കടന്നു എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, എനിക്ക് ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്തിൽ കഴിയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. വളരെ പാവപ്പെട്ട സഹോദരിയാ. അവളോട് ഞാൻ തീരെ മിണ്ടാറില്ലായിരുന്നു, അവളെ ഞാൻ പരിഗണിക്കില്ലായിരുന്നു, അവളുമായിട്ടുള്ള ബന്ധം നിലനിർത്താറില്ലായിരുന്നു. അതിന്റെ കാരണം കൊണ്ടാണ് നരകത്തിൽ എനിക്ക് കടക്കേണ്ടി വന്നത്. ഒരു മനുഷ്യന് ദുനിയാവിൽ എന്തൊക്കെ മുസീബത്തുകളുണ്ടോ ആ മുസീബത്തുകളൊക്കെ വരാൻ കുടുംബ ബന്ധം നിലനിർത്താതിരിക്കുന്നത് കാരണമാണെന്ന് ഹദീസുകളിൽ നിന്നും മുൻഗാമികളുടെ ചരിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് മഹത്തായ പുണ്യമേറിയ ഈ രാവുകളിൽ നമ്മുടെ ബന്ധങ്ങളെ പുതുക്കണം, അവരോട് പൊരുത്തപ്പെടിക്കണം, ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. ഇങ്ങോട്ട് എന്നോട് മിണ്ടട്ടെ എന്നിട്ട് ഞാൻ അങ്ങോട്ട് സലാം പറയാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും കുടുംബ ബന്ധം നിലനിർത്തുന്നതിന്റെ മാനദണ്ഡമല്ല. ഇങ്ങോട്ട് എങ്ങനെയാണെങ്കിലും അങ്ങോട്ടുള്ള നമ്മുടെ സമീപനമാണ് നന്നാക്കേണ്ടത്. അള്ളാഹു നല്ല ബന്ധങ്ങളെ നിലനിർത്തുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. കുടുംബങ്ങളെ പരിഗണിക്കാനും അവരെ ബഹുമാനിക്കാനും ആ ബന്ധങ്ങൾ കൃത്യമായി നിലനിർത്താനും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.